പുതിയ ചാനൽ വരുന്നുണ്ട്. 24നെയും റിപ്പോർട്ടറിനെയൊക്കെ അടപടലം തേച്ചൊട്ടിച്ചുകൊണ്ടുള്ള ചാനലിന്റെ വരവെന്നൊക്കെയാണ് പലരും പറയുന്നത്. കാരണം കൂട്ടരാജിയും ഒക്കെ പല ചാനലുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അപ്പനാണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും സ്റ്റാർ ഏഷ്യനെറ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പുതിയ പുതിയ ചാനലുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയില്ല. വരട്ടെ, വന്നതിന് ശേഷം പല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് സ്ഥിരം പല്ലവി പോലെയാണ് അവർ വരുന്നത്. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ 2 ദിവസമായി ഇതിപ്പോ വാർത്തകളിൽ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ആദ്യം ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തപ്പോൾ എന്നോട് സ്വാഭാവികമായ ഒരു ചോദ്യം വന്നു, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമായതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായ ഒരു മാധ്യമപ്രവർത്തകയോട് നിരന്തരം മെസ്സേജ് അയക്കുകയാണ്. ഇത് മാന്യത അല്ലാത്ത വാക്കാണെന്ന് തോന്നിയാൽ പ്രേക്ഷകർ ക്ഷമിക്കുക. ബ്രേസിയർ ഇടാതെ വരുമോ? സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. മെസ്സേജിലൂടെയാണ് ഇത് സ്ഥിരം ചോദിക്കുന്നത്. ആദ്യമൊക്കെ ഈ മാധ്യമപ്രവർത്തകർ അതൊരു തമാശയാണ്. കാരണം കൂടെ ജോലി ചെയ്യുന്നതിനപ്പുറം ഇയാൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇയാൾ അതിൻ്റെ മുതിർന്ന വലിയ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ ഇയാളോട് എന്തെങ്കിലും എതിർത്ത് പറയുക വെച്ചാൽ ജോലിയെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ആ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകും. അവരെ മനസ്സെനിക്കറിയില്ല. അപ്പോൾ ഇത് പിന്നീട് അവർക്കൊരു തരത്തിലും ഈ മെസ്സേജിൽ നിന്നൊരു ഇയാൾ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ ഭർത്താവിനോട് പറയുന്നു. പിന്നീടുള്ളതൊക്കെ ചരിത്രമാണ്. അത് അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്ന ഈ പൊടിപടലങ്ങൾ പോലെയാണ്. ഈ മാധ്യമപ്രവർത്തകയുടെ ഭർത്താവ് ഈ മാധ്യമപ്രവർത്തകൻ ഇരിക്കുന്ന ഫ്ലാറ്റിൽ പോയി അടിച്ചു നൂത്ത് ഒരു പരിവോക്കാക്കി എന്നാണ് പറയുന്നത്. പിന്നീട് ആ മാധ്യമ പ്രവർത്തനെ പല ചാനലിലും കുറച്ച് നാളത്തേക്ക് കണ്ട് പിന്നീട് മുഖം കാണാതെയായി. ഇപ്പോൾ ഇദ്ദേഹം ഈ പുതിയതായി തുടങ്ങുന്ന ചാനലിലുണ്ട്. അതിൽ ഇപ്പോൾ നിരന്തര സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ അഹോരാത്രം ചത്ത് ജീവിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇട്ട ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇതാണോ നിങ്ങളുടെ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ഈ ഇരട്ട മുഖമുള്ളവരോട് എന്താ പറയാനുള്ളത്? നമ്മൾ കാപട്യമുള്ളൊരു ലോകത്തിൽ ജീവിക്കുന്നു. ആ കാപട്യമുള്ള ലോകത്തിൽ ചാനലിൽ വന്നിരുന്ന് നമ്മുടെ ജോലി എന്ന രീതിയിൽ ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം കൂടാതെ മറ്റ് പലരും തരുന്ന കൈമടക്കുകളും വാങ്ങിച്ച് വാർത്ത സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്യുന്നു. ഇഷ്ടമുള്ള ആൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ഇഷ്ടമില്ലാത്ത ആൾക്കാർ സംസാരിച്ചു തുടങ്ങുമ്പോഴേ അയാളുടെ വായുടെ അകത്തേക്ക് ഒരു കസേര ഇട്ടിട്ട് അവിടെ കയറിയിരുന്ന അയാളോട് സംസാരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു രീതി. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇവര് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കോശങ്ങളാണ്. എല്ലാ അറിവുകളുമുള്ളവരാണ്. ആരെയും വിധിക്കുവാനും ഇവരുടെ കയ്യിലാണ് ഈ ഭൂലോകത്തിലെ എല്ലാ വികാരങ്ങളും ഇരിക്കുന്നത്. പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് ഇവരുടെ നാവിൻ തുമ്പിൽ നിന്ന് ഇറ്റ് വീഴുന്ന അക്ഷരശകലങ്ങളാണ് എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ ഒരു സിനിമയിൽ ശ്രീ ദിലീപ് വാർത്ത അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അതായത് ദിലീപിനെ വാർത്ത അവതരിപ്പിക്കാനായിട്ട് വേഗം വരുന്ന സമയത്ത് അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഒരു കോട്ട് ഇട്ടുകൊണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ട്, കാരണം നെഞ്ചിന് മുകളിലേക്കല്ലേ ഇത് കാണുന്നുള്ളൂ, അങ്ങനെ ഇരിക്കുന്ന രീതി. യഥാർത്ഥത്തിൽ പലരും പെരുവഴിയിൽ വസ്ത്രം ഒഴിഞ്ഞു പോയ ആൾക്കാരാണ് മാധ്യമ രംഗത്തെ കുലപതികളായിട്ടും അവകാശ പോരാട്ടങ്ങളുടെ തേരാളികളുമായിട്ടും ഒക്കെ വരുന്നത്. അതിൽ പറയുന്ന ഈ മാധ്യമ പ്രവർത്തകന്റെ നിരവധിയായ വിക്രിയകൾ പലരോടും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഈ സമാനമായ മറ്റു പല കേസുകളെ സംബന്ധിച്ചും നേരിട്ട് നമുക്ക് പല ആൾക്കാർക്കും അറിയാവുന്ന സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. നാട്ടുകാരിടപെടേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്നത്. എന്തു തന്നെയായാലും തങ്ങളെല്ലാത്തിലും എല്ലാ കാര്യങ്ങൾക്കും അതീതരാണല്ല, അതിനേക്കാൾ മേലെയാണെന്നുള്ള ഒരു ബോധം. അപ്പോൾ മാധ്യമങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് കേരളത്തിൽ അവരുടെ നിലവാര സൂചിക എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു മാധ്യമപ്രവർത്തനത്തെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന സ്ഥാപനത്തെ കാണാൻ പറ്റാത്ത രീതിയിൽ, ഞാൻ ഓൺലൈനിൽ പ്രവർത്തിക്കുന്നവരെയല്ല, മുഖ്യധാര മാധ്യമങ്ങളെയാണ് ഞാൻ പറയുന്നത്, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ വിരളമാണ് എന്നതാണ് സത്യം. അങ്ങനെ പ്രവർത്തിച്ചാൽ മുന്നോട്ട് പോകാത്ത രീതിയിലേക്ക് കേരളത്തിലെ ഒരു ജനങ്ങളുടെ മനസ്ഥിതി മാറ്റിയെടുത്തതിലും ഇവർക്ക് വലിയ പങ്കുണ്ട്. നിഷ്പക്ഷത എന്ന് പറയുന്നത് എവിടെയോ ഉപേക്ഷിച്ച് ഇവർ പക്ഷം പിടിക്കുന്നതിൻ്റെ ഒരു കോട്ടിട്ടുകൊണ്ടാണ് അവിടെ വരുന്നത്. പച്ച മനുഷ്യരായിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ഇവർക്ക് അനാവരണം ചെയ്യാനായിട്ട് പറ്റുന്നില്ല?
അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും മോശമായി സ്വന്തം കൊളീഗ്സിനോട് സംസാരിക്കുന്നവർക്ക് 4-5 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഇവരെ പർച്ചേസ് ചെയ്യാണ്. ഇവര് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പല ചാനലുകളിൽ ഇരുന്ന് ഇവരുടെ ഒരു രാഷ്ട്രീയം, ആറ്റിറ്റ്യൂഡ്, ന്യൂസിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ പർച്ചേസിങ് എന്ന് പറയുന്ന ഒരു വലിയ സാധനം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ മാധ്യമരംഗത്ത് കൂടുന്നുണ്ട്. അതായത് പക്ഷം പിടിച്ച്, രാഷ്ട്രീയ പക്ഷം പിടിച്ച്, പണ്ട് രാഷ്ട്രീയ പക്ഷം പിടിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരു ഇന്റർവ്യൂവിന് പോയാൽ പക്ഷം പിടിക്കുന്നു എന്ന് പറയാൻ നമുക്ക് രാഷ്ട്രീയം ചോദിച്ചാൽ പറയാൻ ഭയമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിനുള്ള പ്രശ്നം പറഞ്ഞാൽ ഇവര്, ഞാനിപ്പോ ഏത് ഇന്റർവ്യൂവിന് പോയാലും എന്നോട് ചോദിച്ചാൽ രാഷ്ട്രീയം ചോദിച്ചാൽ ഞാൻ ആ ഇന്റർവ്യൂ ബോർഡിനോട് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല ഇന്റർവ്യൂകളിൽ നിന്ന് എന്നെ പുറത്താക്കിയതും അതുകൊണ്ടാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം നോക്കി പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവര് നമ്മളെ ഇപ്പൊ പല രീതിയിലും അവർക്ക് പ്രത്യേകിച്ച് ഈ മുൻനിര ചാനലുകളിൽ ഇരിക്കുന്ന പല ആളുകളെ കുറിച്ചും ഇത്തരത്തിൽ പല ഈ ചാനലിന്റെ മുഖം മൂടിയുടെ മുന്നിൽ വന്നിരുന്ന് ഭയങ്കരമായി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ വിമർശിക്കുന്ന പല മാധ്യമ പ്രവർത്തകരെയും ഞാൻ അവരെ ഇരുന്ന് വിമർശിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ അമ്മയെ ഒരു കുടുംബമൊക്കെ തകർത്തിട്ട് വന്നിരിക്കുന്നവരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. ഇവർക്ക് എന്ത് യോഗ്യത ഇയാളെ പറയാൻ? ഇയാള് നല്ലവനല്ല, ഇയാള് ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഒരു കൈയില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ ആക്ഷേപിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചാനല് ഇത്തരത്തിൽ ഇവരെയൊക്കെ പണ്ട് നമ്മളെ ഒരു നാടൻ രീതി പറയാം, പണ്ടൊരു കല്യാണത്തിന് ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർ ഒരു പെണ്ണിനെ വന്ന് അന്വേഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ പെണ്ണിന് ദോഷമില്ലെങ്കിൽ ആ പെണ്ണിന്റെ മുത്തച്ഛന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഇത് പെണ്ണെടുക്കൂല എന്ന് പറയുന്നത്. ഇപ്പോ ഇതുപോലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ പണ്ടൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അതൊന്നും ഒരു പ്രശ്നമല്ല. അവരാരെ കൂടെ ജീവിക്കുന്നു, എത്ര പേരോടെ പോകുന്നു, എത്ര പേരെടുത്ത് മോശമായി സംസാരിക്കുന്നു, രാത്രികളിൽ എത്ര സ്ത്രീകളെ മെസ്സേജ് അയക്കുന്നു, ഇതൊന്നും ഒരു വിഷയമല്ല. 10 പേര് ആ വാർത്ത കണ്ട് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ഒരു രീതി കൂടെ ഉണ്ട്. അത് ഇത് കേട്ടതാണ് ശരിയാണെന്ന് അറിയില്ല. ഈ മാധ്യമ പ്രവർത്തകർ തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വാർത്ത റീച്ച് ആവാൻ വേണ്ടി ഞാനൊരു കമ്പനിക്ക് ഇത്ര രൂപ കൊടുക്കും, എന്നിട്ട് ഞാൻ അവരോട് പറയും എൻ്റെ വാർത്ത നിങ്ങൾ റീച്ച് ആക്കണം. എന്നിട്ട് അവർ നമ്മൾ പറയുന്ന ഈ പഞ്ച് ഡയലോഗുകളും കടുകെട്ടി ഡയലോഗുകളും ഒക്കെ എടുത്തിട്ട് അവർ തന്നെ അത് പല ഗ്രൂപ്പുകളിലിട്ട് ഷെയർ ചെയ്ത് അവരത് റീച്ച്, അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ്, അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല. അപ്പോൾ ഈ അത്യാവശ്യം ജോലി ചെയ്ത് ജീവിക്കണം, മാധ്യമപ്രവർത്തനം ഒരു പാഷനായി എടുക്കുന്നവർക്കൊന്നും ഈ കാലഘട്ടത്തിൽ, അതുകൊണ്ട് ഈ മാധ്യമപ്രവർത്തനം പഠിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അത് പാഷനായി കാണുന്ന വിദ്യാർത്ഥികളോടാണ് ഈ കാലഘട്ടത്തിലൊന്നും വലിയ ഇതില്ല. അതിലും ഭേദം ഓൺലൈൻ മാധ്യമങ്ങളാ ഇപ്പോൾ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത്രയും പുഴുക്കുത്തുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് കുറെ കൂടെ വസ്തുത. ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്രയും അവരത് പതിച്ചിട്ടില്ല. ശ്രദ്ധിച്ചൊരു കാര്യം പറയാം, നമ്മുടെ യൂട്യൂബിലിടുന്ന വീഡിയോസിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ വീഡിയോസിന് വളരെ അധികം വ്യൂവേഴ്സ് ഉള്ളപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളുടെ ക്ലിപ്പിങ്ങുകൾക്ക് അത്രയും വ്യൂവേഴ്സിന് കിട്ടാറില്ല. എന്താണ് കാര്യം? സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവരെ വിശ്വാസമില്ല എന്നുള്ളതാണ്. എന്നാൽ മുഖ്യധാര മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. വളരെ അധികം ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയാൻ കൂടെ ആഗ്രഹിക്കുന്നു, ശ്രീ അയ്യപ്പദാസ്. അദ്ദേഹത്തിന്റെ അവതരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലല്ല, ഒരു സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളോടും തുല്യത പാലിക്കുന്ന ഒരു ജീവി എന്ന രീതിയിലാണ് അദ്ദേഹം ഒരിക്കലും പക്ഷം പിടിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയാണ്. എന്നാൽ എത്ര അയ്യപ്പദാസുമാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 4 വിരല് പോലും അടക്കാനായിട്ട് ഇല്ലാത്ത രീതിയിൽ അത് ശൂന്യമാണ്. പക്ഷേ ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത്, ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു ധാരണ, മാധ്യമപ്രവർത്തനം ഒരു പ്രൊഫഷനാണെന്നുള്ള കാര്യം അവർ എപ്പോഴും മറന്നുപോയിട്ട് അതൊരു ജോലിയാണ് എന്ന രീതിയിലാണ് അവർ ആ രീതിയിലേക്ക് അവർ താഴുന്നുണ്ട്. കാരണം ജോലി എന്ന് പറയുമ്പോൾ കുറെ താല്പര്യങ്ങളുടെ ഭാഗമാണ്. പ്രൊഫഷൻ അങ്ങനെയല്ല, അതിന്റെ പെർഫെക്ഷനിലേക്ക് നമ്മൾ പോകും. അപ്പൊ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ചാനൽ മുതലാളിയുടെ താല്പര്യമായിരിക്കാം, അല്ലെ പരസ്യദാതാക്കളുടെ താല്പര്യമായിരിക്കാം, ഇതല്ലെങ്കിൽ അതിന് ഫണ്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഏജൻസികളോ ഹിഡൻ അജണ്ടകളോ അതിന്റെ താല്പര്യമായിരിക്കും. അങ്ങനെ മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോഴാണ് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നത്. അതായത് സാൻമാർഗികമായ ചിന്തകളില്ലാതെ അസാൻമാർഗികമായ കാര്യങ്ങൾ ചെയ്യുന്നവരും സമൂഹത്തിലെ സന്മാർഗ ജഡ്ജിമാരായി പലരെയും വിധിക്കുകയും വിശദമായിട്ട് അവരെ തേജോധം ചെയ്യാനായിട്ട് ചാനൽ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിരുത്തി വധിക്കുകയും ചെയ്യുന്നത് നമ്മൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. എന്ത് യോഗ്യതയാണ്
ഈവന്മാർക്ക് ഉള്ളത് അല്ലെ ഇവർക്ക് ഉള്ളത് എന്നുള്ളത് ആശ്ചര്യജനകമാണ്. ഞാൻ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രവർത്തക ഇവിടെ ഒരു വാചകം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് UP-യിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. UP-യിലെ ജനങ്ങൾ എലക്ട് ചെയ്താണ് ആ വ്യക്തിയെ അധികാരത്തിലേറ്റിയത്. യുപിന് ഏകദേശം ഇപ്പോഴും അന്നും ഒക്കെ ഏകദേശം 30-ലേറെ കോടി ജനസംഖ്യ, അമേരിക്കയോട് തുല്യമായ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് UP. അവിടെയുള്ള ജനങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത് സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നവരും വോട്ടേഴ്സ് അധികാരമുള്ളവരും പൗരാവകാശമുള്ളവരാണ്. അവരൊരു സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിനു മുൻപ് ആ രാജ്യത്ത് പലതരത്തിലുള്ള ജാതിമത പ്രീണനങ്ങളും കൊള്ളയും നടത്തി ഭരണം പിടിച്ചതിലൊന്നും വിഷമമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തക പറയുന്ന വാചകം കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. കാരണം ജനാഭിലാഷത്തെ ചോദ്യം ചെയ്യാൻ 30 കോടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ ഒരു ചാനലിലെ ജോലിക്കാർക്ക് എന്ത് അവകാശം എന്നോർത്ത് അത്ഭുതപ്പെട്ടു പോകും. ആ നിസ്സാരത അവർ മനസ്സിലാക്കുന്നില്ലെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കും. ഇതേ കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ശ്രീ സിദ്ദിഖ് അദ്ദേഹം ഇതേ മാധ്യമ പ്രവർത്തകയുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സിദ്ദിഖ് പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് പോലീസിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, അത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്നാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ചുഴിഞ്ഞു കയറുക, ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങി വരിക, ഒരു മനുഷ്യാവകാശങ്ങളും ബാധകമല്ലെന്ന രീതിയിൽ പെരുമാറുക എന്നതൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. അതേ ചാനലിലോ മറ്റു ചാനലിലോ നമുക്ക് കാണാം വ്യക്തികളെ വിളിച്ചിട്ട് അവരുടെ സ്വകാര്യ ജീവിതം എന്തായിരുന്നു. മലയാളത്തിലെ പ്രമുഖമായ ഒരു നടിയോട് ചോദിക്കുകയാണ് പ്രേം നസീറുമായിട്ട് എങ്ങനെയായിരുന്നു, മറ്റൊരു നടിയോട് ചോദിക്കുകയായിരുന്നു ജയനുമായിട്ട് എങ്ങനെയായിരുന്നു. അവരുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വഴിവിട്ടത് എന്തെങ്കിലും അറിയണം. അത് ഇവരുടെ സ്വഭാവം വെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്വകാര്യതയിലേക്ക് നമ്മളും അല്ലെങ്കിൽ ഈ ജനങ്ങളും, നമ്മളെന്ന് ഉദ്ദേശിച്ച ജനങ്ങളും ഒന്ന് ഇറങ്ങി പരിശോധിച്ചാൽ ഇതിലും ഞെട്ടിക്കുന്ന പലതും നമുക്ക് കേൾക്കാനും കാണാനും പറ്റും. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇത്തരം കുൽസിതങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും അതിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കാണ് ഇവിടെ ഏറ്റവും വലിയ റേഞ്ച് എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു അധപ്പതനമല്ലേ എന്നുകൂടെ ചിന്തിക്കേണ്ടത്. പ്രേക്ഷകരുടെ നിലവാരം എന്ത് കൊടുത്താലും തിന്നോളും കണ്ടോളും എന്നുള്ള പ്രേക്ഷകരെ എന്താ പറയുക, അത്തരം വിഡ്ഢികളായി കാണുന്ന കുറെ ആളുകളുണ്ടല്ലോ. അവരാണ് ഇത്തരക്കാരെ പിന്നെ എന്താ പറയുക, നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് അതൊന്നും രാഷ്ട്രീയ ഫ്രെയിം വെച്ച് ചർച്ച നടത്തുന്ന ആ ചർച്ചയെ അതേ രാഷ്ട്രീയ ഫ്രെയിമിൽ കാണുന്ന ആൾക്കാരുള്ളപ്പോൾ ഇവരിങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.